സ്നേഹനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടിയുടെ ഒരു ഭാഗത്ത് പ്രിയപ്പെട്ട പേരമകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും മടിയുടെ മറ്റേ ഭാഗത്ത് ഉസാമയും ചേർത്തിരുത്തി പലപ്പോഴും കളിപ്പിക്കാറുണ്ടായിരുന്നു. ഹബീബിൻ്റെ പേരക്കുട്ടിയുടെ കൂടെ മടിയിൽ കയറിയിരുന്ന് കളിക്കുവാൻ മാത്രം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിച്ച ഇഷ്ടപ്പെട്ട ആ സ്വഹാബി ആരാണ് ഉസാമ? ഉസാമയുടെ ചരിത്രം എന്താണ്? കഥ കേൾക്കാം. ഹിജ്റ പോകുന്നതിൻ്റെയും 7 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യമായ പ്രബോധനം ആരംഭിച്ചതു മുതൽ അതിശക്തമായ ആക്രമണങ്ങളാണ് ഹബീബിൻ്റെ പ്രിയപ്പെട്ടവർക്കും ഹബീബിനും പല രീതിയിൽ മക്കക്കാരിൽ നിന്ന് നേരിടേണ്ടി വന്നത്. അങ്ങനെയിരിക്കെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്യധികം സന്തോഷിപ്പിച്ച ഒരു വാർത്ത അവിടത്തേക്ക് എത്തുന്നത്. അവിടുത്തെ വളരെ പ്രിയപ്പെട്ടവരായ സെയ്ദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹു ഒരു പിതാവായിരിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു ഐമൻ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. ആ വാർത്ത കേട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സന്തോഷിച്ചു. ആ സന്തോഷം അവരുടെ മുഖത്ത് അത്രയധികം പ്രകടമായിരുന്നു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിത്ത്, തൻ്റെ മകൻ എന്ന് പോലും വിളിച്ചിരുന്ന ആ സെയ്ദ് ഇബ്നു ഹാരിത്തിന് ഒരു പുന്നാരം മകനുണ്ടായിരിക്കുന്നു. ഇത് കണ്ട മക്കക്കാർക്കും പ്രിയപ്പെട്ടവർക്കുമൊന്നും അതിൽ ആശ്ചര്യം തോന്നിയില്ല. കാരണം സെയ്ദ് ഇബ്നു ഹാരിത്ത് അത്രമാത്രം റസൂലിന് പ്രിയപ്പെട്ടവരായിരുന്നു എന്നവർക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സെയ്ദിന് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അവിടുത്തെ മുഖം സന്തോഷം കൊണ്ട് പ്രോജ്വലിക്കുക എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഉമ്മു ഐമൻ എന്ന പേരിൽ അറിയപ്പെട്ട ബറക്ക ആയിരുന്നു, എത്തോപ്യക്കാരിയായ ഈ ബറക്കയായിരുന്നു ഈ കുഞ്ഞിൻ്റെ മാതാവ്. അതായത് സെയ്ദ് ഇബ്നു ഹാരിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ ബറക്ക ആദ്യമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആമിന ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ നോക്കി വളർത്തിയിട്ടുണ്ട് ഉമ്മു ഐമൻ അഥവാ ബറക്ക എന്നവർ. ആമിന ഉമ്മയുടെ വഫാത്തിന് ശേഷവും അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ ഖിദ്മകളും ചെയ്തു പോന്നു. അത്രമാത്രം സ്നേഹബന്ധമായിരുന്നു ഉമ്മു ഐമനും ഹബീബും തമ്മിൽ. ആ ഉമ്മു ഐമനാണ് സെയ്ദ് ഇബ്നു ഹാരിഥയുടെ ഭാര്യയാണ്. അവർക്കാണ് ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നത്. സന്തോഷത്തിന് ഇരട്ടി മധുരം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രമാത്രം അവരെ സ്നേഹിച്ചിട്ടുമുണ്ടായിരുന്നു. പലപ്പോഴും ഹബീബ് തങ്ങളിങ്ങനെ പറയുമായിരുന്നു, എൻ്റെ ഉമ്മാക്ക് ശേഷം എനിക്ക് കിട്ടിയ ഒരു ഉമ്മയാണ് ഉമ്മു ഐമൻ എന്ന് പോലും. പ്രിയപ്പെട്ട തൻ്റെ ഉമ്മയുടെ സ്ഥാനത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ആ ഉമ്മു ഐമനാണ് ഈ പൊന്നുമോൻ്റെ പ്രിയപ്പെട്ട മാതാവ്, ഉസാമയുടെ പ്രിയപ്പെട്ട ഉമ്മ, സെയ്ദ് ഇബ്നു ഹാരിഥയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു ഐമൻ അഥവാ ബറക്ക റളിയല്ലാഹു അൻഹ. സൂറത്ത് അഹ്സാബിൽ 5-ാമത്തെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് വരെ സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന് എല്ലാവരും വിളിച്ചിരുന്നു. ആ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രൻ എന്ന പേരിലായിരുന്നു സെയ്ദ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള ആ സെയ്ദിനും ഉമ്മു ഐമനും പ്രിയപ്പെട്ട മകൻ ഉസാമ ഉണ്ടായപ്പോൾ മക്കക്കാർ മുഴുവനും സന്തോഷിച്ചു. മറ്റൊരു കുട്ടിയുടെ പേരിലും ഇത്രമാത്രം ഒരുപക്ഷെ മക്ക സന്തോഷിച്ചിട്ടുണ്ടാവില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുടുംബമായ ആ കുടുംബത്തിലെ ആ പുതിയ കുഞ്ഞിനെ അവർ അൽ ഹുബ്ബ് ഇബ്നു ഹുബ്ബ് എന്ന് പറയാറുണ്ടായിരുന്നു. അതായത് ഹബീബിൻ്റെ പ്രിയപ്പെട്ട സ്നേഹവാചനമായ സെയ്ദിൻ്റെ മകൻ, മറ്റൊരു സ്നേഹവാചനമായ ഉസാമ എന്ന്. വളരെയധികം വാത്സല്യത്തോടെയാണ് ഉസാമ എന്ന പൊന്നുമോനെ റസൂൽ സ്നേഹിച്ചതും വളർത്തിയതും. തൻ്റെ പ്രിയപ്പെട്ട പുന്നാരമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മടിയിലിരുത്തി കളിപ്പിക്കുമ്പോൾ മറ്റേ ഭാഗത്ത് മടിയിൽ ഉസാമയെയും റസൂലുള്ള ഇരുത്താറുണ്ടായിരുന്നു. അവിടുത്തെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു തിരുനബിയോട് സാദൃശ്യമുള്ള രീതിയിൽ വെളുത്തു തുടുത്ത് വല്ലാത്തൊരു സൗന്ദര്യം വിഴിഞ്ഞൊഴുകുന്ന വല്ലാത്ത മുഖമായിരുന്നു, പ്രഭയുള്ള മുഖമായിരുന്നു. എന്നാൽ താരതമ്യേന വെളുത്ത നിറമല്ലാത്ത ഉസാമ റളിയല്ലാഹു അൻഹുവിനും യാതൊരു തരത്തിലുമുള്ള പക്ഷപാതിത്വം ഇല്ലാതെ ഒരേപോലെ പേരക്കുട്ടികളോടെന്ന പോലെ വാത്സല്യം തിരുനബി കാണിച്ചു. ആ പുന്നാര മടിയിൽ ഇരുന്ന് കളിച്ചുല്ലസിക്കാൻ ഭാഗ്യം ലഭിച്ച ആ പൊന്നുമോൻ്റെ ആനന്ദം എത്രയായിരിക്കും.
തൻ്റെ പേരക്കുട്ടിയോടൊപ്പമാണ് ഹബീബ് ഉസാമത്ത് ഇബ്നു സെയ്ദിനെ കളിപ്പിക്കുന്നത്. ഈ രണ്ട് മക്കളെയും, ഹസൻ തങ്ങളെയും ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും മടിയിലിരുത്തിക്കൊണ്ട് ഒരിക്കൽ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: പടച്ചവനെ, ഈ രണ്ട് മക്കളെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നീയും ഇവരെ സ്നേഹിക്കണമേ റബ്ബേ എന്ന്. ആ പ്രാർത്ഥന തീർച്ചയായും അള്ളാഹു സ്വീകരിച്ചു. ആ പുന്നമോൻ ഉസാമയോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്ന അഗാധമായ സ്നേഹത്തിൻ്റെ ഒരു തെളിവായി ഒരു സംഭവം നമുക്കിങ്ങനെ കാണാം. ഒരിക്കൽ ഓടിക്കളിക്കുന്നതിനിടയിൽ വാതിൽപ്പടിയുടെ അവിടെ തടഞ്ഞു വീണ് ഉസാമ എന്ന പൊന്നുമോന് നെറ്റിയുടെ ഭാഗത്തൊരു മുറിവ് പറ്റി. ആ രക്തം തുടച്ചു കളഞ്ഞ് വൃത്തിയാക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ ആവശ്യപ്പെട്ടു. ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹ അത് ചെയ്തില്ല. അപ്പോഴേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഓടി വന്ന് ആ പൊന്നുമോൻ്റെ ആ നെറ്റിയുടെ ഭാഗത്തു നിന്ന് ആ രക്തം സ്വന്തം കൈകൾ കൊണ്ട് തുടച്ച് വൃത്തിയാക്കി ആ മകന് ആശ്വാസവാക്കുകൾ പറയുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്. സ്വന്തം ചുണ്ടുകൾ ഉപയോഗിച്ച് ആ മുറിവിൽ നിന്ന് രക്തം വലിച്ചെടുത്ത് തുപ്പിക്കളയുക വരെ ചെയ്തു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കുഞ്ഞായിരുന്ന കാലഘട്ടത്തിൽ എന്നതുപോലെ വളർന്ന് യുവാവായപ്പോഴും റസൂൽ ഉസാമയെ വല്ലാതെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ഖുറൈശി പ്രമുഖരിൽപ്പെട്ട ഹക്കീം ബിൻ ഹസാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു മേൽക്കുപ്പായം സമ്മാനമായി നൽകി. യമനിലെ രാജാവായ ദൂയസൻ എന്നവരുടേതായിരുന്നു ആ മേൽക്കുപ്പായം. 50 സ്വർണ്ണനാണയങ്ങൾ നൽകി ഹക്കീം യമനിൽ നിന്ന് വാങ്ങിയതാണ് അത്. അന്ന് ബഹുദൈവാരാധകനായിരുന്നത് കൊണ്ട് തന്നെ ഹക്കീമിൽ നിന്നത് ഫ്രീ ആയി വാങ്ങാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ വില കൊടുത്ത് വാങ്ങുകയാണ് ചെയ്തത്. ഒരു വെള്ളിയാഴ്ച ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനോഹരമായ മേൽക്കുപ്പായം ധരിച്ച് പള്ളിയിലേക്ക് വന്നു. കാണുമ്പോൾ തന്നെ വല്ലാത്ത സൗന്ദര്യമുള്ള റസൂലിന് ആ വസ്ത്രത്തിൻ്റെ പ്രൗഢി കൂട്ടുകയായിരുന്നു. അല്പനേരം കഴിഞ്ഞ് ഉടനെ തന്നെ ഉസാമയെ കണ്ടപ്പോൾ ആ മഹത്തായ വില കൊടുത്ത് വാങ്ങിയ ആ വസ്ത്രം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമക്ക് സമ്മാനമായി നൽകി. പിന്നീട് അൻസ്വാരികൾക്കിടയിലും മുഹാജിറുകൾക്കിടയിലും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കിടയിലൊക്കെ ചെന്നിരിക്കുമ്പോൾ പലപ്പോഴും ഉസാമ ആ വസ്ത്രം ധരിച്ച് സുന്ദരനായി പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. ബാല്യകാലം പിന്നിട്ട് കൗമാരത്തിലേക്ക് എത്തിയപ്പോഴേക്കും റസൂലിൽ നിന്ന് നേരിട്ട് കണ്ടുപിടിച്ച ഉത്കൃഷ്ടമായ പല സ്വഭാവങ്ങളുടെയും മാതൃകകൾ ഉസാമയിലും പ്രകടമായിരുന്നു. ഇതെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ സ്നേഹം ലഭിക്കാൻ ഉസാമയെ അർഹനാക്കി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ വളരെയധികം മനസ്സിലാക്കുവാനും ബുദ്ധിപരമായ കാര്യങ്ങൾ വിലയിരുത്തുവാനുമുള്ള കഴിവും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ വേഗം നടപ്പിലാക്കാനുള്ള താല്പര്യവും ഇബാദത്ത് ചെയ്യാനുള്ള ഉത്സാഹവുമെല്ലാം ഉസാമയിൽ വർദ്ധിച്ചു വന്നതോടെ ഉസാമയെ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങി. റസൂലിൻ്റെ സ്നേഹപാത്രമായി കൂടുതൽ അടുത്തേക്ക് വന്നു ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇരിക്കെയാണ് ഉഹദ് യുദ്ധം കടന്നു വരുന്നത്. ആ സമയത്ത് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രായക്കുറവുള്ള ചെറിയ കുട്ടികളടക്കം പലരും മുന്നോട്ട് വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സൈന്യത്തിൽ അണിചേർന്ന് ശത്രുക്കൾക്കെതിരെ പോരടിക്കാൻ വേണ്ടി അമ്പും വില്ലും കുന്തവും കയ്യിലെടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി കുറേ സ്വഹാബികളുടെ മക്കളും രംഗത്ത് വന്നിരുന്നു. അങ്ങനെ ഉഹദിൽ നിന്ന് 10-ലധികം വരുന്ന സ്വഹാബികളുടെ മക്കളെ തിരിച്ചയക്കേണ്ടി വന്നിട്ടുണ്ട്. അവർക്കൊട്ടും പ്രായമായിട്ടില്ല. 10, 12, 13 വയസ്സ് മാത്രം പ്രായമായതുകൊണ്ട് ആ ചെറിയ പ്രായത്തിലും യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നവരെ റസൂലിന് തിരിച്ചയക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ തിരിച്ചയക്കേണ്ടി വന്നവരുടെ കൂട്ടത്തിൽ ഉസാമത്ത് ബിൻ സെയ്ദും ഉണ്ടായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ കരഞ്ഞ് കലങ്ങിയ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിൻ്റെ വിഷമത്തിൽ കേവലം 10 വയസ്സിന് മുകളിൽ മാത്രം പ്രായമുള്ള അവസ്ഥയിലും കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെയാണ് ഉസാമ തിരിച്ചുപോയത്. അത്രമാത്രം യുദ്ധമാണെങ്കിലും സമാധാനമാണെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും ഇബാദത്താണെങ്കിലും ഹബീബിൻ്റെ കൂടെയായിരിക്കാൻ ആ പൊന്നുമോൻ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഏതാനും കാലം കഴിഞ്ഞ് ഖന്തഖ് യുദ്ധം മുന്നോട്ട് വരുന്നത്. ആ സമയത്തും യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി താല്പര്യപൂർവ്വം പല കുട്ടികളും യുവാക്കളും കൗമാരപ്രായത്തിലേക്ക് എത്തിയ പലരും മുന്നോട്ട് വന്നിരുന്നു. യുദ്ധത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ ഒരു സെലക്ഷൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയപ്പോൾ ഹൈറ്റ് കൂടുതലുണ്ട് എന്ന് തോന്നിപ്പിക്കുവാൻ വേണ്ടി ഉസാമത്ത് ബിൻ സെയ്ദ് തൻ്റെ കാലിൻ്റെ വിരലുകളിൽ മാത്രം നിലത്ത് നിന്ന് ഹൈറ്റ് ഉള്ളതുപോലെ ഉയർന്ന് കാണിച്ചു കൊടുത്തു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്.
ആ ഒരു വല്ലാത്ത താല്പര്യവും ഉത്സാഹവും കണ്ടപ്പോൾ അന്ന് 15 വയസ്സ് മാത്രം പ്രായമുള്ള ഉസാമത്ത് ബിൻ സെയ്ദിന് ഖന്തഖ് യുദ്ധത്തിൽ സൈന്യത്തിൽ ചേരുവാൻ തിരുനബി സമ്മതം കൊടുത്തു. ഹബീബിനോട് ചേർന്ന് ഖന്തഖിൽ ഉസാമ പങ്കെടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിൽക്കാലത്ത് നടന്ന ഹുനൈൻ യുദ്ധത്തിൽ ഒരുപക്ഷെ മുസ്ലിം സമൂഹം പരാജയപ്പെടുമോ എന്ന് തോന്നിയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്നിവരോടും മറ്റ് പ്രമുഖരായ 6 സ്വഹാബാക്കളോടുമൊപ്പം ഉസാമത്ത് ബിൻ സെയ്ദ് യുദ്ധത്തിൽ അടിയുറച്ച് പോരാട്ടം നിർവഹിച്ചു. ആ ശക്തമായ ഏതാനും സ്വഹാബാക്കളുടെ അതിശക്തമായ പോരാട്ടമാണ് ഹുനൈൻ യുദ്ധത്തിൻ്റെ ഘടന തന്നെ മാറ്റിമറിച്ചത്. ഒരുപക്ഷെ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന തോന്നലിൽ പിന്തിരിഞ്ഞു വരികയായിരുന്ന സൈന്യത്തെ മുഴുവനും വീണ്ടും യുദ്ധത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനും അതിശക്തമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും ആ കൊച്ചു സംഘത്തിന് സാധിച്ചു. ഉസാമ അവരോടൊപ്പം ചേർന്ന് ശക്തമായ പോരാട്ടമാണ് ഹുനൈൻ യുദ്ധത്തിൽ കാഴ്ചവെച്ചത്. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ശത്രുക്കളുടെ കരങ്ങളാൽ മുസ്ലിം സൈന്യം കശാപ്പ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടായേക്കാമായിരുന്നു. അതിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ സാധിച്ചത് ഉസാമയും അബ്ബാസ് റളിയല്ലാഹു അൻഹും അബൂ സുഫിയാൻ ഇബ്നു ഹാരിത്ത് റളിയല്ലാഹു അൻഹു നടത്തിയ ധീരമായ ചെറുത്തുനിൽപ്പായിരുന്നു. ആ കൊച്ചു സംഘത്തിന് വലിയ ഒരു ദൗത്യം നിർവഹിക്കുവാൻ സാധിച്ചു. പിന്നീട് നടന്ന മുഅത്ത യുദ്ധത്തിൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവായ സെയ്ദ് ഇബ്നു ഹാരിത്ത റളിയല്ലാഹു അൻഹുവിൻ്റെ പടനായകത്വത്തിന് കീഴിലാണ് ശത്രുക്കൾക്കെതിരെ അണിനിരന്നത്. അന്ന് കേവലം 18 വയസ്സ് മാത്രം പ്രായമുള്ള ഉസാമയുടെ കൺമുമ്പിലാണ് ധീരോദാത്തമായ പോരാട്ടത്തിലൂടെ അവസാനം 100-ലധികം കുന്തങ്ങൾ കയറിയിറങ്ങിയ ശരീരവുമായി പിടഞ്ഞു വീഴുന്ന തൻ്റെ പിതാവിനെ ഉസാമ കൺമുമ്പിൽ കണ്ടിട്ടും ഒരു സെക്കൻഡ് പോലും പതറാതെ ഇസ്ലാമിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു 18-കാരനായ ഉസാമത്ത് ബിൻ സെയ്ദ്. പിന്നീട് ജഅഫർ ബിൻ അബൂ ത്വാലിബും അബ്ദുല്ലാഹ് ഇബ്നു റവാഹയും യുദ്ധക്കളത്തിൽ പിടഞ്ഞു വീണിട്ട് കണ്ടിട്ടും ഒരു സെക്കൻഡ് പോലും പിന്നോട്ട് പോകാതെ യുദ്ധത്തിൻ്റെ നിർണായകമായ സാന്നിധ്യമായിരുന്നു ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. പിന്നീട് ഖാലിദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ആ മുസ്ലിം സൈന്യം ആ യുദ്ധം അവസാനിപ്പിച്ച് അവസാനം തിരിച്ച് മദീനയിലേക്ക് വരുന്നത് വരെ ആ സൈന്യത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്നു ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. മുഅത്ത യുദ്ധത്തിൽ ഷഹീദായ തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ ഇന്നത്തെ ജോർദാനിൻ്റെ ഭാഗമായ അമ്മാനിനടുത്ത ആ പ്രദേശത്ത് മറവ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് പിതാവിനെ നാളെ റബ്ബിൻ്റെ അടുത്ത് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിലാണ് മകൻ ഉസാമത്ത് ബിൻ സെയ്ദ് തിരിച്ച് മദീനയിലേക്ക് യാത്രയാവുന്നത്. തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പിതാവ് സഞ്ചരിച്ച അതേ വാഹനപ്പുറത്ത്, പിതാവ് യുദ്ധം നയിച്ച അതേ കുതിരപ്പുറത്ത് ഇരുന്നാണ് ഉസാമത്ത് ബിൻ സെയ്ദ് തിരിച്ച് മദീനയിലേക്ക് യാത്ര ചെയ്തത്. ഹിജ്റ 11-ാം വർഷം റോമക്കാർക്കെതിരെ അതിഗംഭീരമായ ഒരു യുദ്ധത്തിന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുത്തു. ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടവരുടെ ലിസ്റ്റിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖരായ സ്വഹാബികൾ തന്നെ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. ഇത്രയും പ്രമുഖരായ സ്വഹാബികളുള്ള ആ മഹത്തായ സംഘത്തിൻ്റെ നേതൃത്വം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചത് ചെറിയ പ്രായം മാത്രമുള്ള ഉസാമത്ത് ബിൻ സെയ്ദിനെയായിരുന്നു. അന്ന് കേവലം 20 വയസ്സ് മാത്രമാണ് ഉസാമത്ത് ബിൻ സെയ്ദിന് പ്രായം. അശ്വഭടന്മാരുടെ സംഘത്തെയും കൊണ്ട് റോമ സാമ്രാജ്യത്വത്തിനോട് അടുത്ത് കിടക്കുന്ന ഗസ എന്ന് പറയുന്ന പ്രദേശത്തിനടുത്ത ബൽഖാഇൻ്റെയും ഖൽഅത്തദ്ദാറുമിൻ്റെയും സമീപത്ത് തമ്പടിക്കുവാനായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമക്ക് നിർദ്ദേശം കൊടുത്തിരുന്നത്. ഈ യുദ്ധത്തിനുള്ള സൈനിക സന്നാഹങ്ങൾ നടക്കുന്നതിനിടയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗമുണ്ടായി അവിടുന്ന് ക്ഷീണിച്ച ഒരവസ്ഥയിലേക്ക് മാറുന്നത്. അതോടെ തൽക്കാലം ഈ യുദ്ധം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ആ ഒരു ഘട്ടത്തെക്കുറിച്ച് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. രോഗം വർദ്ധിച്ച അവസ്ഥയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുവാൻ വേണ്ടി ഞാൻ ചെന്നു. എന്നോടൊപ്പം ധാരാളം ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ആ മുറിയിലേക്ക് ഞാൻ പ്രവേശിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിന്നപ്പോൾ രോഗവും ക്ഷീണവും കാരണം സംസാരിക്കാൻ പോലും ആവാത്ത രീതിയിൽ ഹബീബിനെ ഞാൻ കാണുകയായിരുന്നു. എങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 2 കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി എന്തോ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആ കരങ്ങൾ കൊണ്ട് എന്നെ ടച്ച് ചെയ്യുകയും ചെയ്തു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് എന്ന് എനിക്ക് മനസ്സിലായി.
ആ നിർണായകമായ ഘട്ടത്തിൽ പോലും ഉസാമയെ അതിരറ്റ് സ്നേഹിച്ചു, സമയം ചെലവഴിച്ചു അവർക്ക് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തിന് ശേഷം നേരത്തെ നീട്ടിവെച്ച ആ സൈനിക നീക്കം നടത്തുവാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ആ ഘട്ടത്തിൽ സൈനിക നീക്കം നടത്താൻ വേണ്ടി അവർ പ്രഖ്യാപിച്ചപ്പോൾ അൻസ്വാറുകളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, നമുക്ക് തൽക്കാലത്തേക്ക് അത് നീട്ടി ഒന്നുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യുകയല്ലേ നല്ലത് എന്ന് നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയാമോ എന്ന് ഉമർ തങ്ങളോട് അവർ പറയുകയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ അവർ ആവശ്യപ്പെട്ടു. ഇനി അതല്ല, ഉടനെ തന്നെ ആ സൈനിക നീക്കം നടത്തണം എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആവശ്യപ്പെടുന്നതെങ്കിൽ അതിൻ്റെ സൈനിക നേതൃത്വത്തിൽ നിന്ന് വളരെ പ്രായം കുറവുള്ള ഉസാമയെ മാറ്റി മറ്റേതെങ്കിലും പ്രായമുള്ള ഒരാളെ നിയമിക്കുവാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടണമെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അവർ ആവശ്യപ്പെട്ടത് പ്രകാരം സിദ്ദീഖ് റളിയല്ലാഹുവിനെ കാണുവാൻ വേണ്ടി ഉമർ തങ്ങൾ ചെന്നു. കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുകയും ചെയ്തു. ഈ ആവശ്യം കേട്ടപ്പോൾ വളരെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഉമർ റളിയല്ലാഹുവിൻ്റെ ദേഹത്ത് പിടിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് രോഷത്തോടു കൂടെ അബൂബക്കർ റളിയല്ലാഹു ഇങ്ങനെ പ്രതികരിച്ചു, ഓ ഉമർ ഇബ്നുൽ ഖത്താബ്, താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഉസാമയെ സൈനിക നേതൃത്വം ഏൽപ്പിച്ചത് ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെയാണ് ഞാൻ മാറ്റുക? എനിക്കതിന് അധികാരം ഇല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ സാധ്യമല്ല തന്നെ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന സമൂഹത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ ഈ ഒരു നിലപാട് ഖലീഫയെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നു, അതൊരിക്കലും നടക്കുകയില്ല. അങ്ങനെ ആ സംഘം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ തന്നെ പുറപ്പെട്ടു. ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സംഘത്തെ യാത്രയാക്കാൻ അല്പദൂരം അവരുടെ കൂടെ നടന്നു ചെന്നു. ആ നടക്കുന്ന സമയത്ത് സൈന്യത്തിൻ്റെ നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട ചെറിയ പ്രായം മാത്രമുള്ള ഉസാമത്ത് ബിൻ സെയ്ദ് കുതിരപ്പുറത്തായിരുന്നു. അപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു ഖലീഫയോട് ഇങ്ങനെ പറഞ്ഞു, തിരുദൂതരുടെ ഖലീഫയായ ബഹുമാനപ്പെട്ടവരെ, അങ്ങ് ഒന്നുകിൽ വാഹനപ്പുറത്ത് കയറണം, അല്ലെങ്കിൽ ഞാൻ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങും. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് പറഞ്ഞത്, താങ്കൾ ഒരിക്കലും വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങരുത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്പനേരം ചെളി പുരണ്ട അവസ്ഥയിൽ ഞാൻ നടക്കുന്നതിൽ നിന്ന് എന്താണ് പ്രശ്നമുള്ളത്? അത് തീർച്ചയായിട്ടും അതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ആ മണ്ണിലൂടെ നടക്കുകയായിരുന്നു ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തുടർന്ന് ആ സംഘത്തിന് ആവശ്യമായ എല്ലാ വിജയാശംസകളും പ്രാർത്ഥനകളും നിർവഹിച്ചു കൊടുത്ത് ആ സംഘത്തെ യാത്രയാക്കുകയാണ് ഖലീഫ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഭരണ ചുമതലകൾ നിർവഹിക്കുവാൻ വേണ്ടി താങ്കൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്തി എൻ്റെ കൂടെ തങ്ങുവാൻ അനുവദിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിർത്തിയാണ് ആ സംഘം മുന്നോട്ട് പോയത്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആ സംഘത്തെയും കൊണ്ട് യാത്ര ചെയ്യുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ കൊടുത്തിരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്തു. മുസ്ലിം പടയാളികൾ ഫലസ്തീനിലെ ബൽഖായിൻ്റെയും ഖൽഅത്ത് ദാറൂവിൻ്റെയും അതിർത്തികളിലായി തമ്പടിച്ചു. അങ്ങനെ അതിമഹത്തായ യുദ്ധത്തിൽ റോമക്കാരെക്കുറിച്ചുള്ള വിശ്വാസികളുടെ ഭയം പൂർണ്ണമായി ഇല്ലാതാക്കുന്ന രീതിയിൽ അതിമഹത്തായ വിജയമാണ് ആ സംഘം നേടിയത്. ഷാമിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുഴുവനും, ഈജിപ്തും ആഫ്രിക്കയുടെ തെക്കേ ഭാഗം മുഴുവനുമായും, അങ്ങനെ അത് ഇരുണ്ട സമുദ്രം, ഡാർക്ക് ഓഷ്യൻ വരെ വ്യാപിച്ചു കിടക്കുന്ന അതിവിശാലമായ ഒരു പടയോട്ട വിജയത്തിന് അത് കാരണമാവുകയാണ് ചെയ്തത്. ആ ഭാഗങ്ങളിൽ മുഴുവനും, രാജ്യങ്ങളിൽ മുഴുവനും ഇസ്ലാമിൻ്റെ സ്നേഹ സന്ദേശങ്ങൾ ഉയർന്നു വന്നു. ഇത്രയും വലിയ ദൗത്യം നിർവഹിച്ചതിന് ശേഷം തൻ്റെ പിതാവ് യുദ്ധത്തിന് പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന അതേ കുതിരപ്പുറത്ത് സർവ വിജയങ്ങളുമായി, വലിയ യുദ്ധാർജിത മുതലുകളുമായി തിരിച്ചു വരികയായിരുന്നു ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ആ ഒരു സംഘം സൈന്യം വിജയത്തിന് ശേഷം തിരിച്ചെത്തിയതിനെക്കുറിച്ച് പലപ്പോഴും പിന്നീട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഉസാമയുടെ യുദ്ധം സുരക്ഷിതരായി തിരിച്ചെത്തിയതിനേക്കാളും സുരക്ഷിതരായ ഒരു സൈന്യത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഉസാമയുടെ സൈന്യം നേടിയ അത്രയും യുദ്ധ ആർജിത മുതലുകൾ ഞങ്ങൾ കണ്ടിട്ടുമില്ല എന്ന് പലരും അതിന് സാക്ഷിയായവർ പിന്നീട് പറയാറുണ്ടായിരുന്നു. അത്രമാത്രം വിജയകരമായ, പവിത്രമായ ഒരു വിജയകരമായ ദൗത്യമാണ് ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘം നിർവഹിച്ചത്. ജീവിതത്തിലുടനീളം മുസ്ലിം സമൂഹത്തിൻ്റെ സ്നേഹത്തിന് പാത്രമായി ഉസാമ റളിയല്ലാഹു അൻഹു. എല്ലാവരും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിച്ച വ്യക്തി
ഇഷ്ടപ്പെട്ട വ്യക്തി സെയ്ദ്, അവരുടെ മകൻ ഉസാമ എന്നർത്ഥത്തിൽ എല്ലാവരാലും അവർ സ്നേഹിക്കപ്പെടുകയായിരുന്നു. സ്വന്തം മകൻ ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന് നൽകിയതിനേക്കാളും സ്ഥാനം സെയ്ദ് ബിൻ ഹാരിസയുടെ ഈ മകൻ ഉസാമത്ത് ബിൻ സെയ്ദിന് ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയിരുന്നു. ഒരു വേള അതിനെക്കുറിച്ചൊരു പരാതി പോലും അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പിതാവിനോട് പറയുന്നുണ്ട്. ആ ഒരു തന്നെക്കാളും വാത്സല്യവും സ്നേഹവും അനന്തരാവകാശങ്ങളുമൊക്കെ ഉസാമക്ക് കൂടുതൽ നൽകുന്നതിനെക്കുറിച്ച് സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു പരാതി ഒരിക്കൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കൂട്ടത്തിൽ പിതാവിനോട് അവരിങ്ങനെയും പറഞ്ഞു: താങ്കൾക്ക് ഉസാമയുടെ പിതാവിനേക്കാളും സ്ഥാനമുണ്ടല്ലോ, ഉസാമയുടെ പിതാവിന് താങ്കളെക്കാളും സ്ഥാനമില്ലല്ലോ, ഉസാമക്ക് എന്നെക്കാളും സ്ഥാനവും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: മകനെ, നിനക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു. നിന്റെ പിതാവിനേക്കാളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഉസാമയുടെ പിതാവ് സെയ്ദായിരുന്നു. നിന്നെക്കാളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടത് ഉസാമയായിരുന്നു എന്ന്. അത്രമാത്രമായിരുന്നു ഹബീബിന് അവരോടും അവർക്ക് ഹബീബിനോടുമുള്ള വാത്സല്യം. ആ മറുപടിയിൽ പൂർണ്ണ തൃപ്തിയോടെ അത് കാര്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. കാരണം ആ മക്കൾ ഓരോരുത്തരും ഹബീബിൻ്റെ സ്നേഹം കിട്ടാൻ മത്സരിച്ചവരാണ്. തന്നെക്കാളും വളരെയധികം പ്രായം കുറഞ്ഞ, ഒരുപക്ഷെ മകൻ്റെ പ്രായമുള്ള ഉസാമത്ത് ബിൻ സെയ്ദിനെ കാണുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ ആദരവോടെ എൻ്റെ നേതാവേ, താങ്കൾക്ക് സ്വാഗതം എന്ന് പറയാറുണ്ടായിരുന്നു. അതിന് കാരണമായി ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാറുണ്ടായിരുന്നു: ഞാനടങ്ങുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന ആ വലിയ സംഘത്തിൻ്റെ സൈനിക നേതൃത്വം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത് ഉസാമയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരെ ആദരിക്കുന്നത് എന്ന്. അവിടെ പ്രായമൊന്നും നോക്കിയില്ല. ഹബീബ് ആദരിച്ചു, ഇഷ്ടപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു അവരുടെ നിദാനം. ഹബീബ് എന്തു പറഞ്ഞു എന്നതായിരുന്നു അവരുടെ നിദാനം. ആ മഹാരഥന്മാരെ മുഴുവനും നാളെ ഹബീബിൻ്റെ ചാരത്ത് സ്വർഗത്തിൽ വെച്ച് കാണുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
Mm.